ഇതിനേക്കാൾ വലിയ സെലിബ്രിറ്റി നുജു ഉണ്ടായിരുന്നു ഗായ്സ്. നമ്മളിങ്ങനെ ബ്ലൂ ആണെങ്കിലും ബ്ലാക്ക് ആണെങ്കിലും അതും എനിക്ക് പെയ്ഡ് ഇൻവിറ്റേഷൻ കിട്ടി ഗൈസ്. എന്റെ ഫ്രണ്ട് ഉണ്ട് നീഷ്മ അങ്ങനെ ഓരോ പ്രൊഡക്ട്സ് കൊണ്ടുവരും ഗൈസ്. വിശക്കെന്ന് പറഞ്ഞിട്ട് ബസ്സിന്ന് ഫുള്ള് തിന്ന് ഗൈസ്. ഞാൻ തിന്ന് ചിലതൊക്കെ ഞാൻ യൂട്യൂബിൽ ഗിവ് അവേ കൊടുക്കും. അപ്പൊ ഞാൻ പറഞ്ഞു ദിസ് ഇസ് പ്ലം ഗൈസ്. So these are the products I am going to introduce for you. Cute സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു ഗൈസ്. ക്യൂട്ട് പേഴ്സ്. രഹറല്ല MHR. അന്ന് ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നിട്ടേ ഇല്ല. ഹായ് ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വെർ ഇസ് നുജോബി. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ ഫസ്റ്റ് ആയിട്ടാണ് കാണുന്നെങ്കിൽ ഓഫ് കോഴ്സ് എന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. സോ കാര്യത്തിലേക്ക് അടുക്കാം ഗൈസ്. ഇതെല്ലാം എനിക്ക് ഫ്ലിപ്കാർട്ട് ബ്യൂട്ടി ഇവൻറ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് ഗൈസ്. ദിസ് ഈസ് എ ടോക്കൺ ഓഫ് ലവ് ഫ്രം ദം. സോ കാര്യം പറഞ്ഞുതരാം. ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഇന്നലെ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ കുറേ പേര് പല കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ദിസ് ഈസ് കൊച്ചിയിൽ വെച്ചിട്ട് നമുക്ക് ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു ഈവൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നു. പൊതുവേ മിന്ത്രൻ്റെയും അതുപോലെ ബയോട്ടിക് അങ്ങനത്തെ വിഷ്ലിങ്കിൻ്റെ ഒക്കെ പെയ്ഡ് ഇൻവൈറ്റ്സ് ചെയ്തിട്ടുണ്ടെങ്കിലും ഫ്ലിപ്കാർട്ടിൻ്റെ ഭാഗത്തു നിന്ന് ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ദേ ആർ ഇൻവൈറ്റിംഗ് ഫോർ എ പെയ്ഡ് ഇൻവൈറ്റ് ഫോർ എ പ്രോഗ്രാം. അപ്പം ആ ഒരു പ്രോഗ്രാമിൽ എനിക്ക് ഇത്രയും ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ടായിരുന്നു അവിടെ. ബട്ട് കുറേ ഒന്നും എനിക്ക് പോയി നോക്കാൻ പറ്റിയിട്ടില്ല. ബട്ട് ബാക്കി കുറേ പ്രൊഡക്ട്സുകളാണ് ഓരോ ബ്രാൻഡിൻ്റെ. ദിസ് വാസ് എ പ്രോഗ്രാം ഫ്ലിപ്കാർട്ട് ഗ്ലാമപ്പ് ഈവൻറ്റ് ആയിരുന്നു ഗൈസ്. അപ്പം ഇതിൽ മൊത്തം പ്രൊഡക്ട്സ് ആണ്, സ്കിൻ കെയർ പ്രൊഡക്ട്സ്, മേക്കപ്പ് പ്രൊഡക്ട്സ്, കാര്യങ്ങളൊക്കെ. അപ്പം ആൻഡ് വൺ മോർ തിങ്, എനിക്ക് അവിടെ അലോട്ട് ചെയ്തിട്ടുണ്ട് ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ പ്ലമ്മിൻ്റെ ബ്രാൻഡ്. പ്ലം ആയിരുന്നു കേട്ടോ ബ്രാൻഡ് ചെയ്യുന്നത്. അപ്പോൾ അവരെ കുറച്ച് പ്രൊഡക്ട്സ് എല്ലാം ലൈക്ക് പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു റീല് അങ്ങനത്തെ സാധനങ്ങളായിരുന്നു എനിക്ക് പെയ്ഡ് ആയിട്ടുണ്ടായിരുന്നത്. സോ ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. ഡാംകോന്റെ ഇതായിരുന്നു. ബട്ട് എന്താ പറയാ, ഇത് ചെയ്യാൻ എനിക്കറിയില്ല, എന്തൊക്കെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല ഗൈസ്. കാരണം പണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ട് ഉണ്ട് നീഷ്മ അങ്ങനെ ഓരോ പ്രൊഡക്ട്സ് കൊണ്ടുവരുമ്പോൾ അവിടെ ഞാൻ ഇങ്ങനെ ആക്കിയിട്ട് കളിയാക്കിയാണ്ട് അന്ന് ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നിട്ടേ ഇല്ല എന്നിങ്ങനെ. സോ ദിസ് ഇസ് എ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പറഞ്ഞ സാധനം. ആ വീഡിയോ എന്തെങ്കിലും ഈ സൈഡിൽ കാണിക്കാം കേട്ടോ. അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഫോർച്ചുനേറ്റ്ലി അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഈ ഒരു ഫീൽഡിലെത്തി. അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ കഷ്ടപ്പെട്ട് നേടിയതാണ് ഗൈസ് ഇതെല്ലാം. ഇതിൽ ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട്. കുറേ കവേഴ്സ് അവിടെ തന്നെ കളഞ്ഞു. കാരണം ഞാൻ അഭിച്ച് ട്രെയിനിൽ പോയത് കൊണ്ട് തന്നെ ലൈക്ക് അത് എടുത്തു വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സോ എല്ലാം കൂടി മിക്സ് ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. സംഭവം അത് കൊച്ചിയിലായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നു. ബട്ട് കൊച്ചി ക്രിയേറ്റേഴ്സ് മാത്രമായിരുന്നു, കേരളത്തിലുള്ള എല്ലാ ക്രിയേറ്റേഴ്സും ഉണ്ടായിരുന്നു. ആൻഡ് ആൾസോ ഇന്ത്യയിലുള്ള ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ട്. ഞാൻ കുറേ ആൾക്കാരെ പരിചയപ്പെട്ടു. ഫ്രം ഡൽഹി, ഗുജറാത്ത്, അവിടെ നിന്നൊക്കെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് പിന്നെ ഒരുപാട് സെലിബ്രിറ്റീസും ഉണ്ട്. ഞാൻ ആബിച്ചിനെ കുറേ വട്ടം വിളിച്ചതാണ് ഗൈസ് സ്ക്രീനിലേക്ക് വരാൻ വേണ്ടിയിട്ട്. ബട്ട് അവൻ വന്നിട്ടില്ല. അപ്പോൾ കുറേ ക്രിയേറ്റേഴ്സ് ഉണ്ടായിരുന്നു. അപർണ ബാലമുരളി വന്നിട്ടുണ്ടായിരുന്നു, ദിൽഷ പ്രസന്ന വന്നിട്ടുണ്ടായിരുന്നു, അഫ്രീ വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ മെഹർ വന്നിട്ടുണ്ടായിരുന്നു. നോട്ട് ദാറ്റ് മെഹർ, പാട്ടുകാരൻ മെഹർ. അപ്പം മെഹറല്ല MHR. ഓക്കെ. പിന്നെ അതിനേക്കാൾ വലിയ സെലിബ്രിറ്റി നുജു ഉണ്ടായിരുന്നു ഗായ്സ്. എൻ്റെ കുറേ ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു അവിടെ. ലൈക്ക് അവരുടെ കൂടെ കുറേ ഫോട്ടോസ് ഒക്കെ എടുത്തു. അത് കണ്ടിട്ട് ആബിച്ച് അപ്പുറത്ത് നിന്നാണ്ട് ഭയങ്കര ലൈക്ക് അസൂയ ഗൈസ്. പിന്നൊരു കാര്യം ഉണ്ട് കേട്ടോ, ഇന്നെ ഐഡന്റിഫൈ ചെയ്യുന്നേക്കാളും മുന്നേ ആബിച്ചനാണ് കേട്ടോ കുറേ പേര്. അതും ആബിദെന്നല്ല വിളിച്ച്, ആബിച്ചല്ലേ. നമ്മൾ റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോ ഒരു കുട്ടിയെന്ന് വെച്ചാൽ നമ്മള് രാവിലെ റെയിൽവേ അതിന് മുന്നേ ഇതൊക്കെ ഇതാക്കുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഗൈസ്. നമുക്ക് 3:30 ട്രെയിൻ ഉണ്ടായിരുന്നത്. ബട്ട് റെയിൽവേ കറക്റ്റ് സമയം ആയതുകൊണ്ട് സാധനം എത്തിയത് 6 മണിക്കായിരുന്നു. എന്താണെങ്കിലോ സാധനം മനസ്സിലായില്ലേ, അത് എത്തിയിട്ടുണ്ടായിരുന്നു 6 മണിക്കായിരുന്നു. ഞങ്ങൾ കൊച്ചിയിലെത്തുമ്പോൾ 11 മണിയായി, 11:30 പിന്നെ നമ്മൾ അവിടുന്ന് ഫ്രഷ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സീറ്റിൻ്റെ അതിൽ പോയപ്പം അവിടെ 3/4 ഫ്ലിപ്കാർട്ടിന് വന്ന ആൾക്കാരായിരുന്നു. പിന്നെ തിരിച്ചു വരുന്നത് ഞങ്ങൾ ബസ്സിലായിരുന്നു വന്നിട്ടുണ്ട്. ബസ്സും കാറും ഇത് രണ്ടിക്ക് പറ്റൂല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വോമിറ്റിംഗ് ടെൻഡൻസിയാണ് ഗൈസ്. അല്ല ഗൈസ്, അതൊക്കെ എൻ്റെ ഹെറിഡിറ്ററി ആയിട്ടുള്ള സാധനങ്ങളാണ്. പക്ഷെ ഇനിയിപ്പോ വെച്ച് പൊലിപ്പിക്കുന്നില്ല ഗൈസ്. ഓക്കെ, ഫസ്റ്റ് എനിക്ക് ബ്രാൻഡ് പെയ്ഡ് പ്രൊമോഷൻ പ്ലം. ഓക്കെ, ബ്രാൻഡ് പ്ലം ആയതുകൊണ്ട് ലൈക്ക് ബ്രാൻഡിന്റെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചിട്ട് 2 പാക്കേജസ് ഒക്കെ കിട്ടിയിട്ടുള്ളത്. ഇതിലിപ്പോ പ്ലമ്മിന്റെ മാത്രമല്ല, ഇതിൽ മിക്സഡ് ആണ്. സോ ദിസ് ആർ ദ പ്രോഡക്ട്സ് ഐ എം ഗോയിങ് ടു ഇൻട്രൊഡ്യൂസ് ഫോർ യു. അപ്പൊ ഞാൻ പറയാം, ദിസ് ഇസ് പ്ലം ഗൈസ്.
സോ ഇന്ന ബ്രാൻഡ് പെയ്ഡ് ആയിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ട് പ്ലമ്മിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട്. ഫസ്റ്റ് നമുക്ക് പ്ലം എന്ന് കിട്ടിയ സാധനങ്ങൾ എനിക്ക് കാണിച്ചു തരാം. എനിക്ക് എല്ലാ ബ്രാൻഡ്സിനേക്കാളും ഇതിലൊരു ക്യൂട്ട് സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു ഗൈസ്. ക്യൂട്ട് പേഴ്സ് 2 ഉണ്ട് കേട്ടോ. 2ലും പ്രൊഡക്ട്സ് ഉണ്ട്, ലൈക്ക് ഒരേപോലത്തെ പ്രൊഡക്ട്സ് ആണ്. നല്ല അടിപൊളിയായിട്ട് സാധനം ലാഭിച്ച്. എങ്ങനെ ഉണ്ട് ഇത്? അങ്ങനെയല്ല, കവർ എങ്ങനെ ഉണ്ട്? സോ ഈ ഒരു കവറില് വരുന്നത് ലൈക്ക് നിയാസിനമൈഡ് ഹൈബ്രിഡ് സൺസ്ക്രീൻ ആണ്. ആൻഡ് ഇതെന്താ സംഭവം? സെബാക്ലിയർ മാറ്റിഫൈഡ് ജെൽ ക്രീം പ്ലം. ഇതൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇതൊക്കെ യൂസ് ചെയ്ത വീഡിയോസ് ഞാൻ ഓൾറെഡി അല്ല എന്തായാലും ഓക്കെ. ഇതിൽ 2ലും സെയിം ആണ് കേട്ടോ വരുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഇത് എല്ലാം അതിൽ വ്യത്യാസം എല്ലാം ഓക്കെ. ഇതിൽ 2ലും സെയിം സാധനം ഉണ്ട്. ആൻഡ് ആൾസോ ഇതിലത്തെ ഒരു സാധനം എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട്. പ്ലം സെബാക്ലിയർ മാറ്റിഫൈഡ് ജെൽ ക്രീം. ആൻഡ് ഇത് നിയാസിനമൈഡ് ടോണർ ആണ്. പ്ലമ്മില് നിയാസിനമൈഡ് ആണ് കൂടുതൽ. ഇത് ഈ റൈസ് വാട്ടറും അതുപോലെ തന്നെ ഒരു മോയ്സ്ചറൈസറും, ഇത് 2ആണ് ഭയങ്കര തരംഗമായിട്ട് ഭയങ്കര റിസൾട്ട് ഉള്ള സാധനങ്ങളും. അതുപോലത്തെ 2 ടോണർ ഉണ്ട്. ആൻഡ് ഇതെന്താ? ഇതും നിയാസിനമൈഡ് സെറം. ഒക്കെ ഈ നിയാസിനമൈഡും റൈസ് വാട്ടറാണ് അവരിൽ ലൈക്ക് കളിക്കുന്ന സാധനം. പിന്നെ ഇതൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ക്യൂട്ട് കുറെ പേൾസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ നമ്മളൊരു വൈറ്റ് പേൾസിന്റെ ഒരു ബ്ലൂ പേൾ ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ ബ്ലൂ ആണെങ്കിലും ബ്ലാക്ക് ആണെങ്കിലും ജയിച്ചാലും ഇല്ലെങ്കിലും ഒരു തരുന്നുണ്ട് കേട്ടോ. ഇതെന്താ സംഭവിച്ചാല് ഇത് സൺസ്ക്രീനിന്റെ ക്യൂട്ട് സാധനം, ഈ വലിയ സൺസ്ക്രീനിന്റെ ചെറിയ സാധനം. സോ ഒരു ഫോട്ടോ ബൂത്ത് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ദിസ് ഇസ് പ്ലം ഫോട്ടോ ബൂത്ത്. ഇതിന്റെ നല്ല 2 പിക്ചേഴ്സ് ഉണ്ട് കേട്ടോ. ഞാൻ ഇട്ടേക്കുന്ന ഈ ഒരു ഔട്ട്ഫിറ്റ്സിന്റെ ലിങ്ക് ചോദിച്ചിട്ട് ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ അതിന്റെ ഒരു വീഡിയോ ഇടുന്നുണ്ട്. ആൻഡ് ആൾസോ ഇതിന്റെ കൂടെ ഞാൻ ടാഗ് ചെയ്ത് വെക്കാം. ഇത് എനിക്കും കിട്ടി. സോറി, ഇതുപോലെ കവർ പൊട്ടിയിട്ട് ഞാൻ കുറെ മാറ്റി വെച്ചിട്ട്. അപ്പം ഇതാണ് നമ്മള് പ്ലമ്മിന്റെ പ്രൊഡക്ട്സ്. ഇത് മാറ്റി വെച്ചിട്ട് ഇനി അടുത്ത് റെജിനാൾഡ് മാൻ. ഇത് ആക്ച്വലി എനിക്കും അഭിച്ചുക്കും കിട്ടിയിരുന്നു കേട്ടോ. ഇത് നിങ്ങൾ കണ്ടാൽ ഞെട്ടും ഗൈസ്. ഇതിൽ എന്തൊക്കെയാ സാധനങ്ങൾ? ഇത് റിപ്പയർ മോയ്സ്ചറൈസർ, ഇതും റിപ്പയർ മോയ്സ്ചറൈസർ. ഇത് ഓക്കെ ഇതൊക്കെ റിപ്പയർ മോയ്സ്ചറൈസർ. ഇൻ ബിറ്റ്വീൻ അതിന്റെ കൂടെ ഒരു ക്യൂട്ട് സാധനം കൂടി ഉണ്ട്. ഇത് ലിപ് ലൈറ്റ്. ഇതൊക്കെ ലിപ് ബാംസ് ആണ്. ഇതൊക്കെ മോയ്സ്ചറൈസർ ആണ് ഗൈസ്. ഇനി അടുത്ത നമുക്ക് നിവ്യേന്റെ സാധനങ്ങളാണ്. അതിന്റെ മുന്നേ നമുക്ക് ഇതൊക്കെ അവിടുന്ന് കിട്ടിയ ലൈക്ക് ഓരോ എവിടേക്ക് ഏതൊക്കെ ബ്രാൻഡ്സ് എന്നുള്ള സംഭവങ്ങളും ഒരു 10,000 വേർത്ത് വരുന്ന വേറൊരു സംഭവം. അപ്പം നിവ്യേൻ്റെ നമുക്ക് ആക്ച്വലി ഒരു റോളറാണ് കിട്ടിയിട്ടുള്ളത്, അവക്കാഡോ ഓയിൽ റോളർ. ആൻഡ് ആൾസോ ഒരു പ്രൊഡക്ട്സ് മാത്രമാണ് നിവ്യേൻ്റെ കിട്ടി, അല്ലല്ലോ മിക്സ് ആയി പോയിട്ടുണ്ടാവും. സോ നിവ്യേൻ്റെ ഇപ്പം ഞാൻ കാണിച്ചു തരുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് മാത്രമാണ്. ആൻഡ് അക്വാലോജിക്കൻ്റെ അതിൽ ഓൾറെഡി വേറെ അക്വാലോജിക്കൻ്റെ ഇതന്നെ വേറെയും പ്രൊഡക്ട്സ് കിട്ടിയിട്ടുണ്ട്. സെയിം സാധനം നമുക്ക് വേറെ 2-3 കിട്ടിയിട്ടുണ്ട്. സോ അക്വാലോജിക്കൻ്റെ നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്താ പറയുക, ഫ്ലൂയിഡ് മോയ്സ്ചറൈസർ ആണ് ഗൈസ്. ഇതൊക്കെ പണ്ടേ യൂസ് ആക്കണം എന്നുണ്ടായിരുന്നു. അതൊന്നും യൂസ് ആക്കിയിട്ടില്ല. ഈ സാധനം കണ്ടിട്ട് ഭയങ്കര ക്യൂട്ടാണ്. ഒന്ന് ഞാൻ തുറന്നു നോക്കട്ടെ, കാണിച്ചരാ. നല്ല രസമില്ലേ അവിച്ച? സോ ഇതാണ് സംഭവം. നെക്സ്റ്റ് നമുക്ക് പർപ്പിളിന്റെ, അതില് ഫേസസ് കാനഡ, ഡെർമാക്കോ ആൻഡ് പർപ്പിൾ. ഇതൊരു സംഭവമാണ്. ഞാൻ പറയാം. എന്തേ ഒന്നുള്ളൂ, മറ്റൊന്ന് അതാ ഞാൻ പറഞ്ഞത്. ഓക്കെ ഗൈസ്, ഞാൻ പറയില്ല എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആക്കി വെച്ചിട്ടാണ് ട്രെയിനിൽ വരുമ്പോൾ ബസ്സിൽ വരുമ്പോൾ എന്നുള്ളത്. ഇത് നിവ്യന്റെ തന്നെ ഷവർ ജെൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അക്വാലോജിക്കന്റെ വേറെ ഒന്നും കൂടി കിട്ടിയിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളൊക്കെ ഈ 4 എണ്ണം ഗൈസ്. ഞാൻ ഇതിന് ചിലതൊക്കെ ഞാൻ യൂട്യൂബിൽ ഗിവ് അവേ കൊടുക്കും. ഇത് വാറ്റിക്കാന്റെ 3 എണ്ണം ഷവർ ജെല്ല്. ഇത് ഓരോ ബ്രാൻഡ് നമുക്ക് കിട്ടിയത് കേട്ടോ. 3 എണ്ണം കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് ഈ പർപ്പിളിന്റെ പറഞ്ഞിട്ടില്ല, ഇതിന്റെ ഒരു പാക്കേജും കൂടി ഉണ്ടാവിച്ചാ, കാരണം ഒന്നും കൂടി ഉണ്ട്. ഓക്കെ, ഇതില് ഡേംഡോക്കിന്റെ നിയാസിനമൈഡ് ബ്രൈറ്റ്നിങ് സൺസ്ക്രീൻ. ഓക്കെ, ഇത് 2 എണ്ണം ഉണ്ട് നിയാസിനമൈഡ്. അതാ
നിയാസിനമൈഡ് 2 ഉണ്ട്. ആൻഡ് ഫേസസ് കാനഡേന്റെ ഭാഗത്തിന് ഓൾറെഡി എൻ്റെ അടുത്ത് സ്ട്രോപ്പ് ക്രീം വേറൊരു പ്രൊമോഷന് കിട്ടിയിട്ടുണ്ട്. ഇതും 2 സ്ട്രോപ്പ് ക്രീം. ഇതൊക്കെ ഞാൻ ഓഫ് കോഴ്സ് ഗിവ് അവേയിൽ കൊടുക്കുന്നതായിരിക്കും. ആ ഇതന്നെ പിടിക്കാൻ കഴിയുന്നില്ല. ഇനി ആബ്സ് ഗുഡ്നസിന്റെ ഫ്ലാക്സ് സീഡ് ജെല്ല്, ഈ ബ്രാൻഡുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഷോക്കേസിന് വേണ്ടിയിട്ട്. അതേപോലെ തന്നെ മാമാഅർത്തിന്റെയും ഭയങ്കര ക്യൂട്ട് സാധനമാണ് ഗൈസ്. ഇതും ആക്ച്വലി മോയ്സ്ചറൈസിങ് ആണ്. മാമാഅർത്ത് ബ്രാൻഡ് ഉണ്ടായിരുന്നു. ഇത് രണ്ടും എനിക്ക് വന്നപ്പോ തന്നെ കണ്ണടച്ചിട്ടുണ്ടായിരുന്നു ആ 2 സാധനങ്ങൾക്ക്. ഇങ്ങോട്ടിടും. ദിസ് ഇസ് ആൾസോ ആബ്സ് ഗുഡ്നസിന്റെ സംഭവം. ഇത് മാമാഅർത്തിന്റെ ഒണിയം ഷാമ്പു ആണ് ഗൈസ്, 2 ഓക്കെ. ബയോട്ടിക്കിന്റെ കവർ നല്ല ഭംഗിയായി കാണിച്ചു കൊടുക്കട്ടെ ഞാൻ ആദ്യം. ബയോട്ടിക്കിന്റെ മോയ്സ്ചറൈസർ ആണ്. ഇതിന്റെ ടോണർ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങള്, ലിപ്പ് ഓയിൽ, ലിപ് ബാം, പിന്നെന്താ ബോഡി ജെല്ല്, ഇതൊക്കെ ഞങ്ങൾ മിന്ത്രന്റെ പരിപാടി കിട്ടിയപ്പോൾ ഒരു സെറ്റ് സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു ഗൈസ്. നിങ്ങൾ ഇത് കാണുന്നുണ്ടറിയില്ല. ഓൾറെഡി കുറെ ഉണ്ട് ബയോട്ടിക് നമ്മളെടുത്ത്. ദിസ് ഇസ് ബെല്ലാവിറ്റന്റെ 2 പെർഫ്യൂംസ് ആ കിട്ടിയിട്ടുള്ള, ഒരു ബ്ലാക്കും ഒരു പിങ്കും. വീഡിയോ ഓഫ് ആയിട്ടൊന്നും ഇല്ലായിരിക്കും അല്ലേ. പിന്നെ പ്രോട്ടീൻ ജെല്ലി, ഇത് പ്രോട്ടീൻ ബാർ ഇത്രയൊന്നും അല്ലായിരുന്നു കിട്ടിണ്ടായിരുന്നു ഗൈസ്. വിശക്കെന്ന് പറഞ്ഞ ബസ്സിന്ന് ഫുള്ള് തിന്ന്. ഇതെടുക്ക്. അതാ എനിക്ക് കിട്ടുന്നില്ല. അറേബ്യൻ നൈറ്റ് ഏതോ ഒരു ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ടാഗ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇത് ഒരു ലൈക്ക് അറേബ്യൻ നൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറിയിലായിരുന്നു. എന്തിന് ശരായ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള നല്ല അടിപൊളി കുട്ടി കുട്ടി പെർഫ്യൂംസ്. ഇതൊക്കെ എന്റെ അമ്മ കൊടുക്കും. പിന്നെ ഫ്ലിപ്കാർട്ടിന്റെ മെയിൻ ഗ്ലാമപ്പിന്റെ സാധനങ്ങളാണിത്. സോ ഇത് നമുക്ക് നിവ്യന്റെ ഒരു എന്താ പറയാ നിവ്യന്റെ സോപ്പ്, നിവിന്റെ ക്രീംസ് മോയ്സ്ചറൈസിങ് ഫ്രഷ് സ്കിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോപ്പ്, അക്വാലോജിക്കന്റെ മോയ്സ്ചറൈസർ. ഇത് ആക്ച്വലി എനിക്ക് കിട്ടിയതാണ് ഹെയർ വോളിമൈസിങ് പൗഡർ. ബട്ട് ഇത് മെന്നിൻ്റെതാണ് കേട്ടോ, മുടി ഇങ്ങനെ പൊന്തിക്കാൻ വേണ്ടിയിട്ട്. ദിസ് ഇസ് ലാക്മേന്റെ പീച്ച് മിൽക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ബാരിയർ റിപ്പയർ സാധനം. ഇത് മാമാഅർത്തിന്റെ അലോവേര ജെല്ല്, ഇത് പ്ലമ്മിന്റെ ബോഡി ഓയിൽ, ഇത് ഡെർമാക്കോന്റെ ഫേസ് വാഷ്. ഇതൊക്കെ ഞാൻ എവിടെ വെക്കും? ഇതെന്താ ഹിമാലയന്റെ സൺസ്ക്രീന്, നാച്ചുറലിന്റെ ഹെയർ കണ്ടീഷണർ നമ്മളെ വീട്ടിൽ വെക്കാൻ സ്ഥലമില്ല ഗൈസ്. ഇതുപോലത്തെ ഇത് പ്രിവിലേജിന്റെ മെന്നിന്റെ സ്പ്രേ ആണ് ഗൈസ്, ബോഡി സ്പ്രേ. ഇത് വാവിന്റെ സ്കാബ് റീബൂട്ട് പ്രീ ഷാംപൂ. What's this? The nourishing body lotion. Wow. This one is മെന്നിന്റെ എന്തോ സാധനം. ഇതില് പേരെന്താന്നൊന്നും കൊടുത്തിട്ടില്ല. അല്ലട്ടെ, ലാക്മേ അവക്കാഡോ മാച്ച സാലിസിലിക് ഫേസ് ജെൽ വാഷ്. ഇത് ഏതാ ബ്രാൻഡ്? മൈസൂർ സാൻഡൽ സോപ്പ്. കാരണം ഈ ഫ്ലിപ്കാർട്ടിന്റെ തന്നെ വേറൊരു ഹാമ്പറും കൂടിക്ക് വരാനുണ്ട്, നെക്സ്റ്റ് വീക്ക് എത്തും. അതിന് വേണ്ടി വേറെ ചെയ്യേണ്ട, അതൊരു വലിയ പെട്ടിയാണ്, അത് വേറെ തന്നെ. ഇത് നിവ്യന്റെ ഇതൊക്കെയാണ്, എന്താ പറയാ, അണ്ടർ ആം റോളർ, ലൂമിയസ് നിവ്യന്റെ ഫേസ് വാഷ്. ഇനിയൊരു ബോക്സും കൂടി ഉണ്ട് ഗൈസ്. സോ ഈ പ്രൊഡക്ട്സ് ഒക്കെ അവിടെ വെക്കും. സാധനം കഴിഞ്ഞോ? ഇല്ലല്ലോ, ഈ കവറിലുണ്ടല്ലോ. ഇല്ലേ? നെക്സ്റ്റ് വൺ ഡെർമാക്കോന്റെ ഫേസ് സെറം, മാമാഅർത്തിന്റെ ഫേസ് സെറം. ഇനി നമ്മള് നാളെ മുതല് ഉച്ചക്ക് മാമാഅർത്തിന്റെ സെറം. വാവിന്റെ ഗ്രോത്ത് റോൾ സെറം, DH നാച്ചുറൽസ് എന്തോ സാധനം, സ്കാൽപ്പ് ഹെയറിന്റെ സാധനമാണിത്. മാമാഅർത്തിന്റെ അലോവേര ജെല്ല്, നാച്ചുറലി 25,000 മുകളിലുള്ള പ്രൊഡക്ട്സ് നമുക്ക് കിട്ടി. സ്കാൽപ്പ് വെരിഫൈം ക്ലെൻസർ, കാരണം ഒരു പ്രൊഡക്റ്റിന് 600 രൂപ ഉണ്ട്, 25ന്റെ മുകളിലുണ്ടാവും എന്തായാലും. ഇതെന്താ സംഭവം എനിക്കറിയില്ല. ന്യൂട്രിജൻ, പക്ഷെ ഈ ബ്രാൻഡ് അവിടെ ഇല്ലായിരുന്നല്ലോ. ഇത് അവരെ ഹാമ്പർ കിറ്റാണ്, നമുക്ക് സന്തോഷത്തിന് തരുന്നതാണ് ഗൈസ്. പിന്നെ ലോറിയൽ പാരീസിന്റെ ഹൈഡ്രോലാക്സ്. ഇത് ഓൾറെഡി ലോറിയൽ ബ്രാൻഡ് ഒരു വലിയൊരു ഹാമ്പർ നമുക്ക് ഇതിന് ഒരു 1 year ബിഫോർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ കണ്ടില്ല ഒരു പിങ്കും വൈറ്റും അതിന്റെ കുട്ടി സാധനം.
നെക്സ്റ്റ് വൺ എവയൂത്ത് നാച്ചുറൽസ് ഫേസ് വാഷ്. നിങ്ങൾക്കും എനിക്കും ഡിഫറെൻറ്റ് പ്രൊഡക്ട്സ് ആട്ടോ കിട്ടിയിട്ടുള്ള. പവർ പൗഡർ, ഇത് ലിപ്സ്റ്റിക് ആണ് ഗൈസ്. ഞാൻ നോക്കട്ടെ. ഓക്കെ, ദിസ് വൺ ഇസ് ഇതൊരു പെർഫ്യൂം ആണ് ഗൈസ്. ഇതെന്താ? ഫ്ലൈൻ ഫ്രാഗ്രൻസ്. ഇത് പെണ്ണിന്റെ. ഓക്കെ, നിന്റേത് എന്റേത് മാറിയതാ. ഇവന്റെയിലുള്ള ഫുള്ള് പെണ്ണുങ്ങളെ ഇതാണ്. ഇത് മമാർത്തിന് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടല്ലോ 3 എണ്ണം. അതിന്റെ തന്നെ വേറെ. ഇതും ലാക്മേന്റെ വാട്ടർ റൈസ് വാട്ടർ നിയാസിനമൈഡ് സ്കിന്നിന് നല്ലതാ തോന്നുന്നുണ്ട്. മിക്കതിലും അതാണ് വന്നിട്ടുള്ളത്. പെപ്റ്റൈഡ് മോയ്സ്ചറൈസർ ഡെർമാക്കോന്റെ ആൻഡ് ഇത് ആൾസോ ഫേസ് വാഷ് ആണ് ഗൈസ്. ആൻഡ് ഇതാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള. അതിൽ പ്രൊഡക്ട്സ് ഇല്ല. ഇനി ഇതൊന്ന് തുറന്നു നോക്കട്ടെ. എനിക്ക് കണ്ടപ്പോ തന്നെ തോന്നി ഇതെങ്ങനെ തുറക്കുക. നല്ല രസമുണ്ട്, ക്യൂട്ടായിട്ടുണ്ട്. സോ ഇത്രയും പ്രൊഡക്ട്സ് ആണ് ഗൈസ് നമുക്ക് ഫ്ലിപ്കാർട്ടിന്റെ പ്രോഗ്രാമിന് പോയപ്പം കിട്ടിയത്. ആകെ കുറച്ചുള്ളു ഗൈസ്, വളരെ കുറച്ച്. ആർക്കും ഗിവ് വേണോ? ഗിവ് കൊടുക്കണം. ആവശ്യം പറ. കാരണം ഇതിലൊരു 1% പോലും സാധനം ഞാൻ യൂസ് ചെയ്യണമെന്ന് ചാൻസ് ഇല്ല. കാരണം ഓൾറെഡി കുറെ സാധനങ്ങൾ വീട്ടിൽ കിടക്കുന്നുണ്ട്. ബട്ട് ഞാൻ ഇതൊക്കെ ഒന്ന് യൂസ് ചെയ്ത് 1 വീക്കെങ്കിലും അറ്റ്ലീസ്റ്റ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് എല്ലാം അതിന്റെ ഒരു റിവ്യൂ ഗിവ് അവേ ആയിട്ട് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. സോ ഇത് കട്ട് ചെയ്യുന്നതിന് മുന്നേ എനിക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട് ഗൈസ്. ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഒരു ബന്ധമില്ലാത്ത ഫീൽഡ്. ഞാൻ ആർക്കിടെക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാം ഉണ്ട്. ലൈക്ക് ഒരു ബന്ധമില്ലാണ്ട് അങ്ങോട്ട് വന്നിട്ട് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഒരുപാട് പേരിനെ കുറ്റം പറയാനുണ്ടായിരുന്നോ? ഒരുപാട് പേര് എന്നെ കുറ്റം പറയാനുണ്ടായിരുന്നു എന്തിനാ ആർക്കിടെക്റ്റായിട്ട് ഈ ഒരു ഫീൽഡിലേക്ക് വന്നെന്നുള്ളത്. ബട്ട് ഗൈസ്, ഐ ഡു അച്ചീവ് ബോത്ത് തിങ്. അതുകൊണ്ട് തന്നെ എനിക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഇതൊക്കെ കുറേ ആഗ്രഹിച്ച് മാനിഫെസ്റ്റ് ചെയ്ത് വന്ന ആളാണെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് ഒരു സുപ്രഭാതത്തിൽ വന്ന് ബട്ട് ഞാൻ കുറെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു ഇതിലേക്ക് എത്തിയിട്ടുള്ളത്. ഇപ്പൊ ഞാന് വിഷ്ലിങ്ങിന്റെ മിന്ത്രയില് ഓഫീസിൽ വെച്ച് പരിപാടി ഉണ്ടായി. വിഷ്ലിങ്ങിന്റെ പരിപാടി ഉണ്ടായിരുന്നു. അവരൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് ഡൽഹിയിലും ബാംഗ്ലൂരിലായിരുന്നു. ബട്ട് ദിസ് ഇസ് ദ ഫസ്റ്റ് പ്രോഗ്രാം ഫ്ലിപ്കാർട്ട് മറ്റേ നമ്മളെ കേരളത്തിൽ നടത്തുന്ന കൊച്ചിയിൽ. അതും എനിക്ക് പെയ്ഡ് ഇൻവിറ്റേഷൻ കിട്ടി ഗൈസ്. അതുകൊണ്ട് എനിക്ക് ഇതും എന്തൊക്കെയോ എനിക്ക് ഇത് ഭയങ്കര സന്തോഷമായി ഗൈസ്. ആ സാധനം അതിന്റെയാണ് പെർഫ്യൂം വരുന്നത്. ആ കവറിന്റെ ഈ കുട്ടി കുട്ടി പെർഫ്യൂം ഇല്ലേ, ഈ സംഭവം ലറ്റാഫ പ്രൊനൗൺസ് ചെയ്യാൻ എനിക്കറിയില്ല ഗൈസ്. അങ്ങനെയാണ്. ഇതൊക്കെ ഇതിൽ ഇതൊക്കെ പ്രോട്ടീൻ ബാർ കഴിഞ്ഞു ഗൈസ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. സോ യു ഗൈസ് വർക്ക് ഹാർഡ് ആൻഡ് മാനിഫെസ്റ്റ് ഫോർ ഗെറ്റിംഗ് ഇതുപോലത്തെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടാൻ വേണ്ടി. അതിനകത്ത് ഞാൻ അവിടെ റാമ്പ് നടന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. അതിലെനിക്ക് ഇതിനെ ഓരോന്ന് ഞാൻ പറയുമ്പോൾ അതിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ അവിടെയും ഇവിടെയൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ ഗൈസ്. അപ്പം അയ്യോ പറ. സോ ഗൈസ്, താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ. ആൻഡ് ആൾസോ ഇനി മുതൽ ഞാൻ യൂട്യൂബിൽ വീഡിയോസ് എന്തായാലും നെഗറ്റീവ് കമന്റ് ഇട്ടാലൊന്നും ഞാൻ കൊടുക്കില്ല ഗൈസ്. നല്ല കമന്റ് ഇട്ട് കഴിഞ്ഞാല് ഞാൻ ഇതിൽ നിന്ന് കൊടുക്കുന്നതായിരിക്കും ഗൈസ്. അത് ടോക്കൺ ഓഫ് ലവ് പോലെ. അതെ ഗൈസ്. പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി ഗൈസ്. അപ്പം നിങ്ങൾ ഇനിയും ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ആക്ച്വലി ഞാൻ ഇൻസ്റ്റഗ്രാമിലാണ് കോണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്ത് തുടങ്ങിയത്. ആൻഡ് ഫാഷൻ കോണ്ടന്റ്സ് ആണ്. ബട്ട് ഇനി ഞാൻ ലൈക്ക് മറ്റേ സ്കിൻ കെയർ കോണ്ടന്റ് ഒക്കെ ചെയ്ത് തുടങ്ങും. അപ്പോൾ ഓക്കെ ഗൈസ്, യു ഗൈസ് ഫോളോ മീ ആൻഡ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ. ഓക്കെ, ബൈ.